തമിഴ്നാട് സർക്കാരിന്റെ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ തമിഴ് തായ് വാഴ്ത്തും വന്ദേ മാതരവുമില്ല. മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് ദേശീയ പതാക ഉയർത്തിയ ചടങ്ങിൽ ദേശീയഗാനം മാത്രം ബാൻഡ് വാദ്യത്തിൽ വായിക്കുകയായിരുന്നു. നടി തൃഷ, വിജയിയുടെ മാതാപിതാക്കൾ എന്നിവർ ഒക്കെ മുഖ്യാതിഥികളായി എത്തിയിരുന്നു. ലിജോ വർഗീസ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ലിജോ, അവിടെ ഇപ്പോൾ ഈ വന്ദേ മാതരത്തിന് മുൻപ് തമിഴ് തായ് വാഴ്ത്ത് പാടണം എന്നുള്ളത് ആവശ്യപ്പെട്ടുകൊണ്ട് നിയമ പോരാട്ടത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് തമിഴ്നാട് സർക്കാർ. അതിനിടയ്ക്കാണ് അവിടെയും ഈ സ്വാതന്ത്ര്യദിനാഘോഷം നടക്കുന്നത്. എങ്ങനെയായിരുന്നു ചടങ്ങുകൾ? ഇന്നലെ മദ്രാസ് ഹൈക്കോടതിയിൽ ഈ വിഷയം വന്ന ഘട്ടത്തിൽ തന്നെ ആദ്യം വന്ദേമാതരവും അതിന് പിന്നാലെ തമിഴ് തായ് വാഴ്ത്തും പാടണം എന്നുള്ളതായിരുന്നു നിർദ്ദേശം. ഇതുകൂടി മറികടക്കുക ലക്ഷ്യമിട്ടുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തമിഴ്നാട് തമിഴ് തായ് വാഴ്ത്തും അതോടൊപ്പം തന്നെ വന്ദേ മാതരവും ഒഴിവാക്കിക്കൊണ്ട് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് ഇന്ന് പതാക ഉയർത്തി കഴിഞ്ഞ ഉടൻ തന്നെ ദേശീയ ഗാനമാണ് ബാൻഡ് വാദ്യത്തോടെ ഇന്ന് വായിച്ചത്. അതിനുശേഷം മറ്റ് പരിപാടികൾ, അതായത് അവാർഡ് ദാനം ഉൾപ്പെടെയുള്ള പരിപാടികളിലേക്ക് കടക്കുകയാണ് യഥാർത്ഥത്തിൽ ഇന്നിപ്പോൾ അവിടെ നടന്നത്. സ്വാഭാവികമായും ഈ വന്ദേമാതരം ആലപിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള രാഷ്ട്രീയ വിവാദം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ അതുകൂടി ഒഴിവാക്കി രാഷ്ട്രീയ വിവാദം തന്നെ അവസാനിപ്പിക്കുക എന്ന നിലയിലാണ് ഇന്ന് തമിഴ്നാട് സർക്കാരിന്റെ നീക്കമുണ്ടായത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നടി തൃഷ ഉൾപ്പെടെയുള്ള, അതോടൊപ്പം തന്നെ വിജയുടെ മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ മുഖ്യാതിഥികളായി പരിപാടിയിൽ ഇന്ന് പങ്കെടുക്കുകയും ചെയ്തു. റൈറ്റ്. എന്തായാലും വിവിധ സംസ്ഥാനങ്ങളിൽ ഇത്, അല്ലെങ്കിൽ ഇപ്പോൾ പാർട്ടി AICC ആസ്ഥാനത്ത് തന്നെയൊക്കെ ഇത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു വിഷയമായി മാറിയിരിക്കുന്നു. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തന്ത്രപരമായ സമീപനം ജോസഫ് വിജയൊക്കെ സ്വീകരിച്ചതുപോലെ സ്വീകരിക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു എന്നതൊക്കെയാണ്. എന്തായാലും ദേശസ്നേഹം, ദേശീയത, തീവ്രദേശീയത, ജിങ്കോയിസം, ഇതൊക്കെ സൂക്ഷ്മമായി അവരവർ പൗരന്മാർ എന്ന നിലയ്ക്ക് പഠിച്ച് വയ്ക്കുന്നത് നന്നാവും.